ഓക്കെ. തീർച്ചയായിട്ടും വിജയിക്കും. അങ്കമാലി കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒരു കോട്ടയാണ്. ആ കോട്ടയിൽ ഒരു വിള്ളലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം അങ്കമാലിയിലെ ഒരു MLA എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം മുഴുവൻ സമയവും എന്റെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ജനങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ തന്നെയാണ് പൊതുജീവിതത്തിൽ എന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് UDF-ന്റെ പ്രവർത്തകരെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണവും വളരെയധികം ആവേശം നൽകുന്ന പ്രതികരണം തന്നെയാണ്. അതുകൊണ്ട് നല്ല വിജയ പ്രതീക്ഷയിൽ മികച്ച ഒരു വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. ഈ ഒരാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്ത് വിഷയമാണ് ജനങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങള് കേരളത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കാം. 10 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികമായി ദുരിതത്തിലാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് താഴെ ഇറങ്ങി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ മാറ്റത്തിനോടൊപ്പം അങ്കമാലി ഉണ്ടാവും. മലയാറ്റൂരിന്റെ അറ്റത്ത് മുളങ്കുഴി വരെ, ഏഴാറ്റുമുഖത്ത് അറ്റത്ത് പ്രകൃതി ഗ്രാമം വരെ, പാറക്കടവ് പഞ്ചായത്തിന്റെ അറ്റത്ത് പൂവത്തുശ്ശേരി വരെ, അങ്ങനെ നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരെ നമുക്ക് റോഡുകൾ ഇത്രയും മനോഹരമാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് മാത്രമല്ല. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അങ്കമാലി നിയോജകമണ്ഡലത്തില് താങ്കൾ ചോദിച്ചുള്ള വിവേചനം ഉണ്ടോ എന്ന്. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഈ റോഡ് പദ്ധതികളിൽ ഒന്നുപോലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടല്ല. കാരണം കിഫ്ബിയുടെ ഒരു റോഡ് പോലും അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഈ 10 വർഷത്തിനിടയിൽ. അത് വിവേചനമല്ലേ? നിങ്ങൾ കിഫ്ബി വലിയ സംഭവമാണെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം ഉണ്ടായി, കിഫ്ബിയുടെ ഫണ്ട് അനുവദിക്കാഞ്ഞതുകൊണ്ടുണ്ടായ പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചിരുന്നുവെങ്കിൽ അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായേനെ, പക്ഷെ പ്രവൃത്തി പദത്തിൽ വരില്ലായിരുന്നു. ഇത് അല്ലാതെ നമ്മള് നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് പണിതിട്ടുണ്ട്, CRIF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് പണിതിട്ടുണ്ട്, ശബരിമല പാക്കേജിൽ ഉപയോഗിച്ചുകൊണ്ട് റോഡ് പണിതിട്ടുണ്ട്. അങ്ങനെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, ബഡ്ജറ്റ് അലോക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡ് പണിതിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിയോജകമണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വരെ ഈ റോഡ് വികസനം നടത്തിയത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാവല്ലോ, 2016 ആ കാലഘട്ടങ്ങളിലൊക്കെ മഴക്കാലമായാൽ നിങ്ങൾക്ക് പത്രങ്ങളുടെ പ്രാദേശിക പേജ് മുഴുവൻ റോഡുകളുടെ കുണ്ടും കുഴിയുടെ പടവും വാർത്തയും കൊടുക്കാൻ നിങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ ഒരു സ്ഥിതി അങ്കമാലിയിൽ നിങ്ങൾക്കുണ്ടോ? അത് അത്ര അധികമായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ടുകൾ ലഭ്യമാക്കി നമ്മൾ ഈ റോഡുകളുടെ മുഴുവൻ വികസനം സാധ്യമാക്കിയതുകൊണ്ടാണ്. റോഡ് വികസനം എന്ന് പറയുന്നത് വെറുതെ റോഡ് ടാർ ചെയ്യുക മാത്രമല്ല, നമ്മൾ നിരവധി റോഡുകൾ വർഷങ്ങളായി വികസനം നടക്കാത്ത മേഖലകളിൽ നൂറുകണക്കിന് ആളുകളുടെ ഭൂമി സൗജന്യമായിട്ട് ഏറ്റെടുത്തു. 1 രൂപ കൊടുക്കാതെ സൗജന്യമായി ഭൂമി ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ജർമ്മൻ ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്
ജർമ്മൻ ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 98 കോടി രൂപ ലഭ്യമാക്കിയിട്ടാണ് നമ്മൾ മൂക്കന്നൂർ ഏഴാറ്റുപുഴ പ്ലാച്ചിപ്പാറ പാലശ്ശേരി റോഡ് യാഥാർത്ഥ്യമാക്കിയത്. 2 സ്കൂളുകളുടെ കാര്യത്തിൽ സ്കൂളുകളും നമുക്കറിയാം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. നിയോജകമണ്ഡലത്തിൽ നമുക്ക് 24 സർക്കാർ സ്കൂളുകളാണുള്ളത്. ആ 24 സർക്കാർ സ്കൂളുകളിൽ 17 സർക്കാർ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നൽകുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. അതിനു മുമ്പ് 10 വർഷക്കാലം നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ. അങ്ങനെ 10 വർഷ കാലയളവിൽ 17 സർക്കാർ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട്. അതും ഞാൻ പറയുന്നല്ലോ പലതരത്തിലുള്ള ഫണ്ടുകളാണ്. നബാർഡിന്റെ ഫണ്ടുണ്ട്, അതിനകത്ത് ഇതര സംസ്ഥാനങ്ങളിലെ MP-മാരുടെ ഫണ്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ട് 4 സ്കൂളുകൾ. ഇതര സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുള്ള രാജ്യസഭ ഉൾപ്പെടെയുള്ള MP-മാരുടെ ഫണ്ട് കൊണ്ടുവന്ന് 4-5 സ്കൂളുകൾ വന്നിട്ടുണ്ട്. AK MP-യുടെ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഈ 17 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. കാരണം അടിസ്ഥാന വികസനമാണ്. MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടതിനാണ്. അതുപോലെ തന്നെ കുടിവെള്ള വിതരണത്തിൽ നമുക്ക് ജലജീവൻ പദ്ധതിയുടെ കാര്യത്തിലായാലും അങ്കമാലി കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിലായാലും അതിന്റെ എല്ലാം വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20,000 വീടുകൾക്കാണ് 20,000-ഓളം വീടുകളിൽ പുതിയ കണക്ഷനുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധിച്ചത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയി നമുക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നടത്താൻ സാധിക്കുന്ന ഇടപെടലുകൾ കൃത്യമായി നടത്തി മുന്നോട്ട് പോയതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും അതിനകത്ത് മറ്റ് എല്ലാ ജനപ്രതിനിധികളുടെയും എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അതൊക്കെ നടത്തിയിട്ടുള്ളത്. കിഫ്ബി വലിയ വികസനം നടത്തിയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഒരു ഒറ്റ കിഫ്ബി റോഡില്ലാന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്കമാലിക്ക് ഒരെണ്ണം പോലും അനുവദിക്കാതിരുന്നത്? അനുവദിച്ചത് ബൈപ്പാസാണ്. അത് ഞാൻ പറഞ്ഞു, ബൈപ്പാസ് നടന്നിട്ടില്ല. അത് അങ്കമാലിയിൽ 16 ബൈപ്പാസ് പദ്ധതികൾ പ്രഖ്യാപിച്ചു, ഒന്നും നടന്നിട്ടില്ല. ഫ്ലക്സ് വെക്കൽ മാത്രമേ അപേക്ഷ കൊടുക്കൽ മാത്രമേ ഭരണകക്ഷി MLA-മാരുടെയും മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ ഈ ബൈപ്പാസ് നടക്കാതെ പോയത് ആരുടെ കഴിവുകേട് കൊണ്ടാണ്? ആരുടെ കഴിവുകേട് കൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് MLA-യുടെ അങ്കമാലിയിലെ MLA-യുടെ ഉത്തരവാദിത്വം മാത്രമാണെന്നുള്ളത്. ബാക്കിയുള്ള MLA പറയുമ്പോഴേ ജനത്തിന് മനസ്സിലാവുള്ളൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ വളരെ വിനയത്തോടു കൂടി നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. അങ്കമാലി ബൈപ്പാസിനോടൊപ്പം പ്രഖ്യാപിച്ച ഈ 16 ബൈപ്പാസ് പദ്ധതികളിൽ ഒരെണ്ണം പോലും യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഈ സർക്കാരിന് കഴിയാതെ പോയത് എന്തുകൊണ്ട്? അപ്പോൾ ഇത് ആരുടെ പരാജയമാണ്? അതാത് സ്ഥലങ്ങളിലെ MLA-മാരുടെ പരാജയമാണോ? ഈ സർക്കാർ സംവിധാനത്തിന്റെ ഈ കിഫ്ബി സംവിധാനത്തിന്റെ പരാജയമാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. UDF ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ട്. UDF ഗവൺമെന്റ് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. UDF ഗവൺമെന്റ് ഇവിടെ കൊച്ചി മെട്രോ നടപ്പിലാക്കിയതും ഇവിടെ കൊച്ചി വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയതും ഇതുപോലുള്ള പദ്ധതികളൊക്കെ ഈ നാടിന് സമർപ്പിച്ചതും ഒന്നും അത് കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടല്ല. കിഫ്ബിയുടെ ഫോർമേഷനെ കിഫ്ബിയുടെ വായ്പയെടുപ്പിനെ സംബന്ധിച്ച് ഒക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം എന്താണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വായ്പ എടുക്കുന്നത് 1.5% പലിശയ്ക്കാണ്. 1.5% പലിശയ്ക്ക് വായ്പ എടുത്തിട്ടാണ് ഇവിടെ കൊച്ചി മെട്രോ നടപ്പിലാക്കുന്നത്. പക്ഷേ ഇന്നിത് 9.5% പലിശയ്ക്ക്, ഏതാ വട്ടി പലിശയ്ക്ക് പണം എടുത്തിട്ടാണ്. എന്നിട്ടും ഈ പദ്ധതി നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ശരി, ഞങ്ങൾ അംഗീകരിക്കാം. 1 ലക്ഷം കോടിയുടെ പദ്ധതി എന്ന് പറയുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു. ഇതുവരെ നടപ്പിലായത്, അതിൽ ആ പ്രഖ്യാപിച്ചതിൽ ഇതുവരെ നടപ്പിലായത് 30,000 കോടിയിൽ താഴെ മാത്രം പദ്ധതിയാണ്. എന്ന് വെച്ചാൽ 10 വർഷം കൊണ്ട് 30,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയിട്ട്, എന്ന് വെച്ചാൽ വർഷത്തിൽ ശരാശരി 3,000 കോടി രൂപയുടെ പദ്ധതി. ഒരു വർഷം 3,000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നതാണോ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു സർക്കാർ അഭിമാനമായിട്ട് ഉയർത്തി കാണിക്കേണ്ടത്? ഇത് വസ്തുതകൾ അറിയാത്ത, യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളും അറിയാത്ത ആളുകളുടെ മുമ്പിൽ പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് പ്രഖ്യാപിക്കാനും പ്രചരണം നടത്താനും കൊള്ളാം. പക്ഷെ എല്ലാവരും മണ്ടന്മാരാണെന്ന് എല്ലാവരും കരുതും. MLA ആയി വന്നാൽ ഇനി എന്തെല്ലാമാണ് അഭ്യസ്തര വിദ്യർക്ക് ചെയ്യാനുള്ളത്?
ഒരു ചോദ്യം കൂടി. ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അങ്കമാലിയിൽ നിന്നാണ് +2 കഴിഞ്ഞ കുട്ടികളെല്ലാവരും വിദേശത്തേക്ക് പോകുന്നത്. വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 2 പേരും വിദേശത്താണ്. അത് നമ്മുടെ വോട്ടിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? ഈ കുട്ടികളെ വിദേശത്തേക്ക് വിടാതെ നമ്മുടെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ഇദ്ദേഹം ഒരു മന്ത്രിയായി വന്നാൽ എന്ത് ചെയ്യാനാവും എന്നൊന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം. അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യുവതി യുവാക്കൾക്കായിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ റോഡ് വികസനം പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചയും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്കൂളുകളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നമുക്ക് ഒരു ITI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് തുടങ്ങുന്ന കാര്യത്തിലായാലും ഒക്കെ ആ ഒരു ഇടപെടലാണ് നടത്തിയിരുന്നത്. യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മത്സര പരീക്ഷകളിൽ ഇപ്പോൾ PSC പരീക്ഷകളിൽ ഉൾപ്പെടെ തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന സ്കിൽ എക്സലൻസ് സെന്റർ ഉപയോഗിച്ചു. ആ സ്കിൽ എക്സലൻസ് സെന്ററിൽ ഇന്ന് അവിടെ കൃത്യമായ പരിശീലനങ്ങൾ കൊടുക്കാൻ AC ക്ലാസ് മുറികൾ ഉൾപ്പെടെ നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച് അവിടെ കൃത്യമായ പരിശീലനങ്ങൾ നൽകുന്നു. അവിടെ പരിശീലനം ലഭിച്ച നിരവധി ആളുകൾ ഇന്ന് സർക്കാർ സർവീസിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വിവിധ മത്സര പരീക്ഷകൾ എഴുതി പല സർവീസുകളിലും കയറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന കാര്യമാണ്. താങ്കൾ സൂചിപ്പിച്ച കാര്യം നമ്മുടെ പ്രത്യേകിച്ച് പുതിയ തലമുറ നാട് വിട്ടു പോകുന്നത്, അത് 10 വർഷക്കാലത്ത് കഴിഞ്ഞ ഈ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ കീഴിൽ ഈ നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു തോന്നല് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഏത് വിധേനയും പുറത്തു പോകണം, വിദേശത്ത് പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം. അവർക്ക് അതിനനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവണം, തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം ഉണ്ടാവണം. കാരണം ഇന്നത്തെ പല കോഴ്സുകളും അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളിലും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു തൊഴിൽ ലഭിക്കാവുന്ന സാഹചര്യം ഇന്ന് ഇല്ലാത്ത കേരളത്തിലില്ല. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, പുതിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉണ്ടാവണം, അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ പരമാവധി ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും UDF-ന്റെ ഭാഗത്ത് ഉണ്ടാവും.